ചോക്ക് വലിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് റൈറ്റ് കാലം കൊണ്ട് വണ്ടി സ്റ്റാർട്ടായി കണ്ട. ഇത്ര സമയത്ത് അല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ബ്രേക്കിൽ പിടിച്ചുകൊണ്ട് നമ്മൾ താക്കോൽ ഓൺ ആക്കിക്കൊണ്ട് ഇത് കണ്ടില്ലേ, ഈ സ്വിച്ച് ബട്ടൺ, ഇതാണ് സ്വിച്ച് ബട്ടൺ. ഈ സ്വിച്ച് ബട്ടൺ പ്രസ് ചെയ്ത് എന്ത് ചെയ്യും, വണ്ടി സ്റ്റാർട്ടാവും. കണ്ടില്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്കൂട്ടി എളുപ്പത്തിൽ എങ്ങനെ ഓടിക്കാൻ പഠിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു, എങ്ങനെയാണ് നമ്മളൊരു സ്കൂട്ടി ഓടിക്കാൻ തുടങ്ങേണ്ടത്, എങ്ങനെയാണ് ഓടിച്ച് പഠിക്കേണ്ടത് എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കും ഒരു സ്കൂട്ടി ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കയ്യിലും ലൈസൻസും ഉണ്ട്, വണ്ടിയും ഉണ്ട്, പക്ഷേ വണ്ടി ഓടിക്കാൻ പേടിയാണ്, ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടാൽ, ഞാൻ ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അതായത് ഒരു വണ്ടി എങ്ങനെ എടുക്കണം, എങ്ങനെ ഓടിച്ച് തുടങ്ങണം, എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, ആ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ 2 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കും ഇന്ന് മുതൽ ഒരു സ്കൂട്ടി ഓടിച്ച് തുടങ്ങാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് ഒരു സ്കൂട്ടി ആയാലും അതൊരു മാനുവൽ കാർ ആയാലും നമുക്ക് ഒരു വാഹനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, എല്ലാ വാഹനത്തിലും, അതായത് സ്കൂട്ടിയിലും കാറിലും ചെയ്യാനുള്ളത്. പിന്നെ ചില ഫങ്ഷൻസ് മാത്രമേ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതായത് ഇപ്പം ഞാൻ ഈ ഒരു വണ്ടിയാണ് ഓടിക്കുന്നത് കൊണ്ട് നിങ്ങൾ മറ്റുള്ള വണ്ടിയിലും എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നതിന് വരെ ഒരു ഈ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആ വാഹനത്തിലാണെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം ഒരു ഹീറോ മാസ്റ്ററുടെ വണ്ടിയാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ഞാൻ എങ്ങനെയാണ് ഒരു വണ്ടി കയറി ഇരിക്കേണ്ടത്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആ വണ്ടിയെ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്താൽ ആ വണ്ടി എടുക്കാൻ പറ്റുമെന്ന് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതായത് ഇതാണ് ഹാൻഡിൽ, എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതായത് ഇതാണ് ഹാൻഡിൽ. ഈ ഹാൻഡിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ബാക്കിലെ ബ്രേക്ക്. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ ഫ്രണ്ടിലെ ബ്രേക്ക്. നിങ്ങളുടെ വണ്ടിയിൽ നോക്കിയാലും കാണാം, ഈ ഒരു സൈഡിലായിരിക്കും നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ ഡിമ്മും ബ്രൈറ്റും. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിരിക്കും ഇൻഡിക്കേറ്റർ വരിക. കാരണം നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന കൈയാണ് റൈറ്റ് സൈഡ്. അപ്പം ആ സൈഡിൽ ഇൻഡിക്കേറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടാനും, അതുപോലെ തന്നെ ആക്സിലേറ്റർ കൊടുത്താൽ നമുക്ക് ഇടാനും, എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആക്സിലേറ്ററിൽ നിന്ന് കൈ മാറ്റിക്കൊണ്ട് ഇടാനുമുള്ള പ്രയാസം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത് ലെഫ്റ്റ് സൈഡിൽ തന്നെ വെച്ചത്. കാരണം ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് തിരിക്കേണ്ട, നമുക്ക് ഈ ഹാൻഡിൽ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ കൈ. അതുപോലെ തന്നെ ഈ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് ബാക്കിലെ ബ്രേക്കും പിടിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു വിരൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഈ ഇൻഡിക്കേറ്ററുകൾ ഇടുക. ഇത് കണ്ടില്ല, ഇങ്ങോട്ട് ഈ ലെഫ്റ്റിലോട്ടാക്കി കഴിഞ്ഞാൽ ലെഫ്റ്റിലെ ഇൻഡിക്കേറ്റർ വീഴും. അതുപോലെ തന്നെ റൈറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ റൈറ്റിലെ ഇൻഡിക്കേറ്റർ വീഴും. ഈ ഹെഡ്ലൈറ്റിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ തള്ളവിരൽ ഉപയോഗിച്ചാണ് ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുക. ഇതാണ് ഹോണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണാം പാർക്ക്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചും ഇതാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സ്വിച്ച് ബട്ടണ്. അതുപോലെ തന്നെ നമ്മുടെ ചാവി ഇടുന്ന ഭാഗം. നമുക്ക് ചില വാഹനത്തിനൊക്കെ ഇവിടെ ലോക്കിങ്ങിൻ്റെ സാധനമായിരിക്കും, അപ്പം ആ ലോക്ക് തുറന്നാലേ ഇത് കാണത്തുള്ളൂ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ താക്കോലിടുന്നത്. അതുപോലെ തന്നെ ഇതാണ് ചോക്ക്. അതായത് നമ്മൾ രാവിലെയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്ത് ഈ ചോക്ക് വലിച്ച് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ അതിനെപ്പറ്റി പുറകാലെ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങളും പ്രത്യേകമായി പഠിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ കൈ കൊണ്ട് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ ഒരു ഹാൻഡിൽ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതായി കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ ഹാൻഡിലിൽ പിടിക്കാൻ. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം പിടിക്കാൻ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ കയറ്റിയും പിടിക്കരുത്, അതുപോലെ തന്നെ ഇറക്കിയും പിടിക്കരുത്. ഈ ഒരു രീതിയിൽ പിടിക്കുക ഹാൻഡിലിൽ. ഈ പിടിയുടെ 2 സെൻറ്ററിൻ്റെ ആ സെൻറ്ററിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ കൈ പിടിക്കാൻ. ഈ കൈ പിടിച്ചുകൊണ്ട് ചിലർ 3 വിരൽ ഉപയോഗിക്കും. പക്ഷേ ഈ 3 വിരൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു പൊസിഷൻ കിട്ടത്തില്ല. ഒരു 2 വിരലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ കൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3ഉം 4ഉം വിരൽ ഉപയോഗിച്ചാൽ നമുക്ക് പ്രയാസം വരത്തില്ല. കാരണം ഈ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്കാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത്. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് അഥവാ നല്ല ഇറക്കത്ത് വണ്ടി നിൽക്കുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ ഫ്രണ്ടിലെ ബ്രേക്ക് പിടിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ എപ്പോഴും ഈ ഫ്രണ്ടിലെ ബ്രേക്ക് പിടിക്കരുത്. കാരണം ഫ്രണ്ടിലെ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു ഇറക്കമാണെങ്കിലോ അല്ലെങ്കിൽ ചെറിയൊരു ഇറക്കമാണല്ലോ, അതുപോലെ തന്നെ റോഡിൽ എന്തെങ്കിലും മിറ്റിലോ അല്ലെങ്കിൽ മണലോ അങ്ങനെയൊക്കെയുള്ള മൺതരികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഫ്രണ്ടിലെ ബ്രേക്ക് പിടിച്ചാൽ മറിഞ്ഞു വീഴും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കൂടുതലും ബാക്കിലെ ബ്രേക്കാണ്. ബാക്കിലെ ബ്രേക്കിൽ കറക്റ്റ് നിന്നില്ല, നല്ല ഇറക്കത്താണ് എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ ഈ ഫ്രണ്ടിലെ ബ്രേക്ക് കൂടെ പിടിക്കാവൂ. അപ്പോൾ ഫ്രണ്ടിലെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ 2 വിരൽ ഉപയോഗിച്ചുകൊണ്ട് പിടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ബാക്കിലെ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് 4ഓ 3ഓ വിരൽ പിടിച്ചാൽ കറക്റ്റായിട്ട് എന്ത് ചെയ്തോളൂ, നമുക്ക് കറക്റ്റായിട്ട് അതിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടില്ല, ഈ ഒരു രീതിയിൽ കണ്ടാ. അപ്പോൾ നമുക്ക് 2 വിരൽ കൊണ്ട് പിടിച്ചാൽ ചിലർ എന്ത് ചെയ്യും, ഈ 2 വിരലും കൊണ്ടൊക്കെ ആയിരിക്കും പിടിക്കുന്നത്. കാരണം നമുക്ക് ചെറിയൊരു പ്ലേ മാത്രം പിടിച്ചാൽ മതി. കാരണം ഇത്രയും ബ്രേക്ക് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ പിടിച്ച് മുറുകെ പിടിക്കേണ്ട.
നമുക്ക് ആ പ്ലേ വന്ന് മുട്ടി, ഞാൻ കാറിനൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ പ്ലേ മുട്ടിയാൽ മതി. പക്ഷേ ചിലർക്ക് ബാലൻസ് കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്യും, ചിലർ ഈ എല്ലാ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാൻ നോക്കും. നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. 2 വിരലും 3 വിരലും 4 വിരലും നമുക്കത് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്കിതിൽ പിടിക്കാം. അപ്പോൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ബ്രേക്കാണ്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സൈഡ് സ്റ്റാൻഡ്. ഇത് കണ്ടില്ലേ, ഈ സൈഡ് സ്റ്റാൻഡ് നിങ്ങൾ ഒരു കാരണവശാലും നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ മറന്നു പോകല്ലേ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ സൈഡ് സ്റ്റാൻഡ് വെക്കേണ്ടത് നമ്മളിത് ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ കാലം കൊണ്ട് ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കുകയാണ് സൈഡ് സ്റ്റാൻഡ്. ഇതാണ് നമ്മുടെ സെൻട്രൽ സ്റ്റാൻഡ്. ഈ സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ രാവിലെയൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കൂടുതൽ സമയങ്ങളിൽ നമ്മൾ സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ച് വേണം വണ്ടി വെക്കാൻ. അപ്പോൾ ഈ സെൻട്രൽ സ്റ്റാൻഡിൽ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മുടെ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ റൈറ്റ് കാലം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ ഇവിടെ ചവിട്ടാൻ. ഇത് കണ്ടില്ലേ, ഇവിടെ ചവിട്ടിക്കൊണ്ട് നമ്മൾ ഈ റൈറ്റ് കാലം കൊണ്ട് ഇവിടെ ചവിട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ വണ്ടി ഇങ്ങനെ കണ്ട ഇത്രയേ ഉള്ളൂ നമ്മൾ സെൻട്രൽ സ്റ്റാൻഡ് വെക്കേണ്ടത്. അപ്പോൾ പലർക്കും പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് ഇത് ഇങ്ങനെ വണ്ടി കറക്റ്റായിട്ട് സെൻട്രൽ സ്റ്റാൻഡ് വെക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മുടെ ലെഫ്റ്റ് കൈ കൊണ്ട് നമ്മുടെ ഹാൻഡിൽ പിടിക്കുക, നമ്മുടെ റൈറ്റ് കൈ കൊണ്ട് എന്ത് ചെയ്യാം, ഈ വണ്ടിയുടെ ഈ ഒരു ഭാഗത്ത് പിടിക്കുക. ഇത് കണ്ടല്ലേ, ഈ ഒരു ഭാഗത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ റൈറ്റ് കാലം കൊണ്ട് ചവിട്ടിക്കൊണ്ട് എന്ത് ചെയ്യാം, റൈറ്റിൽ കയ്യിൽ പൊടിച്ചിട്ട് പ്രസ് ചെയ്തുകൊണ്ട് വലിക്കുക. ഇത് കണ്ടല്ലേ, വലിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് നിൽക്കുക. കണ്ടല്ലേ, ഈ ഒരു ഇതാണ് എളുപ്പമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സെൻട്രൽ സ്റ്റാൻഡിൽ കിടക്കുന്ന വണ്ടി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് കയറി ഇരുന്ന് എന്ത് ചെയ്യാം, അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നീക്കിയാൽ മതി. ഇങ്ങനെ നീക്കിയാലും വരും. അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ സെൻട്രൽ സ്റ്റാൻഡ് ഇരുന്നിട്ട് നമ്മൾ നേരെ എന്ത് കണ്ട മുന്നോട്ടങ്ങ് വലിച്ചാൽ മതി. കണ്ട ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ സെൻട്രൽ സ്റ്റാൻഡ് വിടും. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ സെൻട്രൽ സ്റ്റാൻഡ് വെക്കാനും എടുക്കാനും. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കിക്കർ. രാവിലെയൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം, ഈ കിക്കർ നമ്മൾ ഇത് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, ഇങ്ങനെ നിവർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ഈ കിക്കറിൽ അടിച്ച് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. ഈ കിക്കറിൽ അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ചോക്ക് വലിക്കുക. ഇതാണ് ചോക്ക്. കണ്ടാ, ഈ ചോക്ക് വലിച്ചിട്ട് ചോക്ക് മുന്നോട്ട് വലിക്കുക. കണ്ടാ, ചോക്ക് വലിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് റൈറ്റ് കാലം കൊണ്ട് എന്ത് ചെയ്യുക, വണ്ടി സ്റ്റാർട്ടായി. കണ്ടാ, നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ സ്റ്റാൻഡിലാണ്ടാണ് നമ്മൾ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ അല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ ബ്രേക്കിൽ പിടിച്ചുകൊണ്ട് നമ്മൾ താക്കോൽ ഓൺ ആക്കിക്കൊണ്ട് ഇത് കണ്ടില്ലേ, ഈ സ്വിച്ച് ബട്ടൺ, ഇതാണ് സ്വിച്ച് ബട്ടൺ. ഈ സ്വിച്ച് ബട്ടൺ പ്രസ് ചെയ്ത് എന്ത് ചെയ്യും, വണ്ടി സ്റ്റാർട്ടാകും. കണ്ടില്ലേ, വണ്ടി സ്റ്റാർട്ടായി. അപ്പം നമ്മൾ ഇപ്പം നമ്മൾ കിക്കർ അടിച്ച സമയത്ത് നമ്മൾ ബ്രേക്കിൽ പിടിച്ചില്ല. കാരണം എന്താ, നമ്മുടെ ഈ വീല് പൊങ്ങി നിൽക്കുന്നതുകൊണ്ടാണ്. ഇത് കണ്ടില്ലേ, ഈ വീല് നമ്മൾ സെൻട്രൽ സ്റ്റാൻഡ് നിൽക്കുമ്പോൾ ഈ വീല് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ബ്രേക്കിൽ പിടിക്കേണ്ടി വന്നില്ല. കാരണം നമ്മൾ നിലത്തിരിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ സെൻട്രൽ സ്റ്റാൻഡിലല്ലാതെ സൈഡ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആ വീൽ എങ്ങനെയായിരിക്കും, നിലത്ത് മുട്ടിയിരിക്കും. ആ നിലത്ത് മുട്ടിയിരിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്കിൽ പിടിച്ചില്ല എന്ത് ചെയ്യും, വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല. ബാക്കിലെ ബ്രേക്ക് പിടിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ സെൻട്രൽ നമ്മൾ ചവിട്ടി സ്റ്റാർട്ടാക്കിയത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഒരു സ്കൂട്ടി നമ്മൾ പഠിക്കാൻ നേരം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു പ്രയാസമാണ്. കാരണം അവരുടെ കയ്യിലോട്ട് ഈ ബാലൻസ് നിൽക്കുന്നില്ല. അതായത് സ്കൂട്ടി എടുക്കുന്ന സമയത്ത് തന്നെ, അതായത് ഹാൻഡിലിനെ നമ്മൾ മാറ്റുന്ന സമയത്ത് തന്നെ അത് അവരുടെ കയ്യിൽ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, നിൽക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും, ഇവരിങ്ങനെ നിൽക്കും, ഈ വണ്ടി എന്ത് ചെയ്യും, ഇങ്ങോട്ട് പ്രസ് ചെയ്ത് പിടിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യും, നമ്മുടെ കൈ നിൽക്കാത്തത്. അപ്പം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ കൈ നിൽക്കണമെന്നുണ്ട് എന്ത് ചെയ്യുക, സ്വല്പം ഇങ്ങോട്ട് ചരിക്കുക. ഇതാണല്ലേ, ഈ ഒരു രീതിയിൽ ഇങ്ങോട്ട് ചരിച്ച് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ സൈഡിലോട്ട് ചരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു സൈഡിൽ കുറേ നേരം നിങ്ങളുടെ കൈ ബാലൻസ് ആക്കി പിടിക്കുക. കാരണം സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർ എന്ത് ചെയ്യുക, ഇങ്ങനെ കുറേ ഈ ഒരു ബാലൻസ് ആക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ബാലൻസ് തെറ്റിപ്പോകുന്ന സമയത്തും നമ്മൾ നിൽക്കുന്ന ഭാഗത്തോട്ട് നമ്മുടെ സൈഡിലോട്ട് ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും, ആ സ്കൂട്ടി നിൽക്കും. അപ്പം നിങ്ങൾക്ക് പേടി മാറിക്കിട്ടും. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് മറിഞ്ഞു വീഴുന്നുള്ള പേടി മാറിക്കിട്ടും. ഈ ഒരു രീതിയിൽ തന്നെ കുറച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കൂട്ടിയിൽ കയറി ഇരുന്നിട്ട് രണ്ട് കാലും ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഫ്രണ്ട് ബ്രേക്കിൽ. കാരണം നമ്മളൊരു വണ്ടിയുടെ മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്കാണ്. നമ്മളിപ്പം വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കാറാണെങ്കിലും സ്കൂട്ടി ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ കൈയോ കാലും ആദ്യം ഇവിടെ ചെല്ലണം, ബ്രേക്ക് ചെല്ലണം. ഈ ബ്രേക്ക് ചെന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ. അല്ല നിങ്ങൾ കൈ വിട്ടുകൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരു കാരണവശാലും ഒന്നും ചെയ്യരുത്. കാരണം അഥവാ നിങ്ങൾ തുടക്കമാണ്, നിങ്ങളുടെ തുടക്കത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കൂട്ടത്തിൽ വണ്ടി ഒന്ന് സ്റ്റാർട്ടായി പോയി എന്ത് ചെയ്യും, വണ്ടി സ്റ്റാർട്ടായി ചിലപ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ഇത് ഹാൻഡിലാകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പിടിക്കുന്ന വിധത്തിലായിരിക്കും, നിങ്ങൾ ആക്സിലേറ്ററായിരിക്കും. കാരണം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഓർമ്മ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ റൈറ്റ് കൈ ഇരിക്കുന്നത് ഒരു ആക്സിലേറ്ററിലും കൂടെ കൂടിയാണ്. ഹാൻഡിലാണെങ്കിലും ഹാൻഡിലിൻ്റെ റൈറ്റ് കൈ ഇരിക്കുന്നത് ആക്സിലേറ്ററിലാണ്. അപ്പോൾ നിങ്ങൾ ആ ആക്സിലേറ്ററിലായിരിക്കും നിങ്ങളുടെ കൈ പോകുക. അപ്പം നിങ്ങൾ പേടി കാരണം, അല്ല നിങ്ങൾക്ക് തുടക്കത്തിൽ ഒന്നും അറിയാൻ പറ്റാത്ത കാരണം എന്ത് ചെയ്യും, നിങ്ങൾ വെപ്രാളം കാരണം നിങ്ങളുടെ കൈ എന്ത് ചെയ്യും, ആക്സിലേറ്റർ ചിലപ്പം
ഇങ്ങനെ അമരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങളുടെ കൈ ഓർമ്മയില്ലാതെ ഒരു കൈ എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് ഓർമ്മ ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ റൈറ്റ് കൈ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം, റൈറ്റ് കൈ ആക്സിലേറ്ററിലുമാണ് ഇരിക്കുന്നത് എന്നുള്ള ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു വണ്ടിയെ കയറി നമ്മുടെ 2 കാലും കുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ലെഫ്റ്റ് കൈ നമ്മുടെ ബ്രേക്കിൽ പിടിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, എല്ലാം ചെയ്യാൻ. അപ്പോൾ ലെഫ്റ്റ് കൈ പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, സ്വിച്ച് ഓൺ ആക്കുക. ഇത് കണ്ടല്ലേ, ഇതാണ് ലെഫ്റ്റ് കൈ പിടിച്ചു, അതിനുശേഷം എന്ത് ചെയ്യും, സ്വിച്ച് ഓണാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ മീറ്ററിനകത്ത് ലൈറ്റുകളെല്ലാം കത്തി. അതിനുശേഷം എന്ത് ചെയ്തോ, ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ. ഈ സ്റ്റാർട്ട് ബട്ടണിൽ പിടിച്ച് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി. ഇത്രയേ ഉള്ളൂ. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു വണ്ടി സൈഡിലോട്ട് ചരിച്ച് വെച്ച് നിങ്ങൾ ബാലൻസ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ കയറിയിരിക്കാം. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങളിങ്ങനെ വളവുകളിലൂടെ വളഞ്ഞൊരു കാരണവശാലും ആൻഡിലിങ്ങനെ വളച്ചുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. നേരെ നിരപ്പായ സ്ഥലത്ത് മാത്രം ആൻഡിൽ വളയ്ക്കാതെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആക്സിലേറ്ററിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ 2 കാലും കുത്തി ആക്സിലേറ്ററിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യാവും, നിങ്ങൾ ചെറുതായിട്ടെങ്കിലും ഹാൻഡിൽ വളച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ ആദ്യമേ കയറി ഇരുന്നുകൊണ്ട് ഹാൻഡിൽ വളയ്ക്കാൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് ബാലൻസ് കിട്ടാതെ വരും. അതുപോലെ തന്നെ ഹാൻഡിലെ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻസ് കിട്ടാതെ വരുന്ന നമുക്ക് എത്രയും ആക്സിലേറ്റർ കൊടുക്കണമെന്ന് അറിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പേടി കൂടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ സ്കൂട്ടി ഓടിക്കാൻ പഠിക്കാൻ. ഞാൻ ഇതിൻ്റെ 2ാം ഭാഗം ഇതിന് പുറകാലെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.